രേണുസുധിയുടെ ഒരു വീഡിയോ കണ്ടു. ഒരു അച്ഛൻ ഇവർക്ക് വീടില്ലാതിരുന്നപ്പോൾ സുധിയൊക്കെ മരിച്ച ശേഷം വളരെ വിഷമിച്ച് നടന്ന രേണുവിന് കുട്ടികൾക്കും അവരുടെ ഫാമിലിക്കും ഒരു വീട് കിട്ടിയപ്പോൾ ഫ്രീ ആയിട്ട് രേണുവിൻ്റെ പേരിലല്ലാന്നേ ഉള്ളൂ, 2 കുട്ടികളുടെ പേരിലാണ് അതാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പം ഫ്രീ ആയിട്ട് വാടക കൊടുക്കാതെ താമസിക്കാൻ ഒരു ഇടം കിട്ടിയപ്പോൾ അതിനിങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ ഇത്തരം വീടില്ലാതെ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഇങ്ങനെ ഒരു വീട് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം ആ വീട് കൊടുത്ത ആൾക്കാരെ ഇതുപോലെ അടച്ചാക്ഷേപിക്കുന്നത് കാണുമ്പോൾ കുറച്ച് വിഷമമുണ്ട്. കാരണം വീടില്ലാത്തവർക്കാണ് ആ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഒരു വീട് കിട്ടിയിട്ട് പിന്നെ എന്തൊക്കെയോ ബിഗ് ബോസിൽ പോയതിന് ശേഷം എന്തൊക്കെയോ ആയിത്തീർന്നു എന്നുള്ള ആ ഒരു അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിലമറന്ന് പ്രവർത്തിക്കരുത് എന്നാണ് പറയാനുള്ളത്. എന്തൊരു വൃത്തികെട്ട സംസാര രീതിയാണ് രേണുവിൻ്റേത്. ഞാൻ ആദ്യമൊക്കെ അവരെ അനുകൂലിച്ച് തന്നെയാണ് സംസാരിച്ചിരുന്നത്. പക്ഷെ വന്ന് താൻ എന്തൊക്കെയോ ആയിത്തീർന്നു എന്നുള്ള ഒരു ഭാവം ആ സ്ത്രീയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ അഹങ്കാരത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന, അഹങ്കാരത്തിൻ്റെ ഉച്ചകോടിയിൽ നിൽക്കുകയാണ്. അപ്പോൾ വാടക കൊടുക്കാണ്ട് താമസിക്കാൻ ഒരു ഇടം കിട്ടിയ അവർക്ക് നന്ദി പറയേണ്ടതിന് പകരം അയാളെ നിരന്തരമായിട്ട് ആ അച്ഛനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കേൾക്കുമ്പോൾ കുറച്ച് വിഷമം തോന്നും. കാരണം ഒരു വീടില്ലാത്തവർക്കറിയാം അതിൻ്റെ വിഷമം. അപ്പോൾ ഫ്രീ ആയിട്ടൊരു വീട് കിട്ടിയിട്ട് ഇത്തരത്തിൽ ആ വീട് കൊടുത്ത ആൾക്കാരെ ഇത്തരത്തിൽ പറയുന്ന ഒരാളെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. എന്തൊക്കെ ഉണ്ടെങ്കിലും ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക, അത്രേ ചെയ്യാനുള്ളൂ. ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് തൊട്ടടുത്താണ് ആ അച്ഛൻ താമസിക്കുന്നത്. അയാളെ ഇമാതിരി തേജോവധം ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. കുറേ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ കൂടെ ഉണ്ടെന്ന് കരുതി ഇത്തരം തോന്നിവാസങ്ങൾ തലമറന്ന് എണ്ണ തേക്കരുത് എന്ന് പറയാറുണ്ട്. അതുപോലെ ഇത്തരം തോന്നിവാസങ്ങളൊക്കെ വിളിച്ചു പറയരുത്. ആ വീട് നിങ്ങൾക്ക് ആദ്യം ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കുറവുകളൊന്നും നിങ്ങൾ നോക്കിയില്ലല്ലോ. നിങ്ങൾ എന്തൊരു ഇഷ്ടത്തോടെ ആയിരിക്കും ആ വീട് നിങ്ങൾ ഏറ്റുവാങ്ങിയത്? നാണോ മാനോ ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉദ്ഘാടനങ്ങൾക്ക് പോകുന്നത് പോട്ടെ, പക്ഷെ ഈ ഷൂട്ടിംഗ് എന്നും പറഞ്ഞുകൊണ്ട് പോയിട്ട് എന്തോ കാണിക്കുന്നത്? ആദ്യമൊക്കെ ഞാൻ ഇവരെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ വല്ലാത്തൊരു തരം സ്വഭാവമായിട്ട് വരിക. നമുക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ഒരു ഇറിറ്റേഷനാണ് തോന്നുന്നത് അല്ലേ? ഒരു എന്താ പറയുക, സുധി എന്നുള്ള ഒരു കലാകാരനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. കോമഡിയൊക്കെ അയാളുടെ വളരെ ഇഷ്ടമായിരുന്നു. ആ ഒരു സുധിയുടെ പേര് പോലും കളഞ്ഞു വിളിക്കുന്ന രീതിയിലേക്കാണ് രേണുവിൻ്റെ ഇപ്പോഴത്തെ പോക്കെന്ന് പറയുന്നത്. പറയുമ്പോൾ എന്താണ് ഷൂട്ടിങ്, പക്ഷെ രേണുവിൻ്റെ ഒരു വീഡിയോയും എനിക്കിഷ്ടപ്പെടാറില്ല. ഉദ്ഘാടനങ്ങളും പ്രമോഷൻ വർക്കുകളും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എന്താണ് അവർ അഭിനയിക്കുന്നതെന്ന് പറയുന്നത്? വല്ലാത്ത ജാതി. മനുഷ്യനിങ്ങനെ പെട്ടെന്ന് പണം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നും ആകരുത്. പലരിൽ നിന്ന് കടം വാങ്ങിച്ചു എന്നുള്ള ഒരു ചീത്തപ്പേര് സുധി പണ്ട് കേട്ടിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കാം മേ ബി ചിലപ്പോൾ സുധി ഇങ്ങനെ കടം വാങ്ങിച്ചിട്ട് കടക്കാരനായത്. എന്തായാലും കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരൻ്റെ പേര് കളഞ്ഞു വിളിക്കുന്ന രീതിയിലാണ് അയാളുടെ സെക്കൻഡ് വൈഫ് എന്ന് പറയുന്ന ആളുടെ ഇപ്പോഴത്തെ പോക്ക്. വല്ലാത്ത ജാതി. ഓരോന്നിനും ഓരോരുത്തർക്കും ഓരോ ന്യായം ഉണ്ടെന്നുള്ളതാണ്. ആദ്യമൊക്കെ ഇവർ ഒരുപാട് പേര് വിമർശിച്ചപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇവരെ സപ്പോർട്ട് ചെയ്തതാണ്. കാരണം നമുക്കൊക്കെ പാവം തോന്നിപ്പോകും. അവരങ്ങനെ ഉപദ്രവിക്കണ്ട എന്നവരെ പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോഴത്തെ പ്രവൃത്തികൾ കാണുമ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാണ്ടാണ് പറയുന്നത്. ഈ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ബിഗ് ബോസിന് ശേഷം എല്ലാം കയ്യിൽ വന്നു എന്നുള്ള ധാരണയിലാണോ ഇതുപോലുള്ള തോന്നിവാസങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്? അല്ലെങ്കിൽ കുറച്ച് മീഡിയക്കാർ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ നിങ്ങളുടെയൊക്കെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ബലത്തിലാണോ? എന്തൊക്കെയായാലും ആദ്യം കിടപ്പാടം തന്ന ആളുകളെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പാടില്ല രേണു. ഒരു വീടില്ലാത്തതിൻ്റെ വിഷമം എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്.